ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനായാലും അല്ലെങ്കിൽ ഡിന്നറിനായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൊട്ടിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെയറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി റൊട്ടി റെസിപ്പിയാണ്. യമൻ റൊട്ടിയുടെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ലെയറുകൾ പോലെയുള്ള ഒരു റൊട്ടിയാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എന്നും ഒരേപോലെ തന്നെ ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ 4 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml ഒരു കപ്പാണ് കേട്ടോ, ഒരു കപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ 4 കപ്പാണ്. പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ഒരു 5-6 കപ്പ് എടുത്താലും ഒരു മുട്ട തന്നെ മതി കേട്ടോ അതിലേക്ക്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ ചൂടുള്ള വെള്ളം, ഇങ്ങനെ പൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ, അത് ഞാൻ ഒഴിക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് വിട്ടുപോയതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല, ആ രീതിയിലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ചെറിയ ചൂട് മതി, നല്ല ചൂടുള്ള വെള്ളമൊന്നും വേണ്ട. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി തന്നെ നമുക്ക് കിട്ടും. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ബോൾസ് ആക്കിയെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1 മണിക്കൂറൊക്കെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു അരമണിക്കൂറേ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുള്ളൂ. അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നീളത്തിലൊന്ന് ഇതുപോലെ ചെയ്തെടുത്ത ശേഷം കറക്റ്റ് ഒരു 10 പീസായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് 10 റൊട്ടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു 4 കപ്പ് വെച്ചിട്ട് 10 റൊട്ടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഒട്ടും ക്രാക്കില്ലാതെ ഇതുപോലെ ബോൾസാക്കി എടുക്കുക. ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ബോൾസിലേറെ കുറച്ചൊരു വലുപ്പം കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കി എല്ലാം ഒരേ രീതിയിൽ ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് ബോൾസാക്കിയിട്ട് എടുക്കുക. അങ്ങനെ 10ഉം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോഴാണ് ഇത് ലെയറാക്കി എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് തന്നെയാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് മൈദ ഒന്ന് തൂവിയിട്ട് ഞാനിതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ചതുരത്തിൽ പരത്തിയെടുത്തോളൂ. അപ്പോൾ ഞാൻ പരത്തുമ്പോൾ എന്തായാലും ചതുരൊന്നും ആവാറില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുത്ത ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തിന്നായിട്ട് പരത്തിയ ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് മൈദ ഒന്നിങ്ങനെ തൂവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഭാഗത്തും ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും മൈദ ഒന്ന് തൂവി കൊടുക്കുക. ഇത് നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇടയിൽ ഇതുപോലെ ഓയിലും മൈദയും തൂവി കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ചതുരത്തിലൊന്ന് മടക്കിയെടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കുറച്ചുകൂടെ മൈദ ഒന്ന് അവിടെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ചതുരത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ചതുരത്തിന് ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈ റൊട്ടി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക. ഒരുപാട് അങ്ങ് തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് കട്ടി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു കട്ടിയോട് വേണം കേട്ടോ പരത്തിയെടുക്കുക. ചപ്പാത്തിൻ്റെ അത്ര തിന്നായി പോവേണ്ട, അതിലേറെ കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഇത്രയും മതി. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് കട്ടി കുറഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. അപ്പം ഓരോന്ന് പരത്തിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ചുട്ടെടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഓയിലൊന്ന് ചട്ടിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് എന്നും ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റുന്ന ഒരു വിഭവമല്ല. എന്നാലും ഒഴിവുള്ള ദിവസങ്ങൾ എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ പരീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ബബിളായിട്ട് വരും കേട്ടോ. ബബിളായിട്ട് പൊങ്ങി അങ്ങ് വരും. അപ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡും ഗോൾഡൻ ഒരു നമുക്ക് പൊറാട്ടയുടെയൊക്കെ ആ ഒരു പരുവുണ്ടല്ലോ അതുവരെ ഒന്ന് ചുട്ടെടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതുപോലെ ചുട്ടെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ഉണ്ട്. നമ്മളിതിപ്പോൾ ഇന്നുണ്ടാക്കി പിറ്റേ ദിവസം വരെ പുറത്ത് വെച്ചാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ഒരു റൊട്ടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ലെയറായിട്ട് ഇരിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ട്.
പൊറാട്ടയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർ അല്ലെങ്കിൽ പൊറാട്ട ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. പൊറാട്ടയിലേറെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതാ ഇതുപോലെ കണ്ടോ, ഉള്ളിലൊക്കെ തിന്ന് ലെയറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിൽ 2-3 ലെയറൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു റൊട്ടി കിട്ടുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ FB-ലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.